മച്ചാമാരെ, ബാക്കിൽ കാണുന്നതെല്ലാം സുന്ദരമല്ലേ, വൈറ്റ്. ഞാൻ ചെത്തിലാത്തിലാണ്. ചെത്തിലാത്ത് ദ്വീപിൽ വന്നപ്പം എനിക്ക് തോന്നുന്നത് വികസനം ഒട്ടും എത്താത്ത ഒരു സുന്ദര സ്ഥലം. ഭയങ്കര ഭയങ്കര ഈ പോയ ദ്വീപുകളനുസരിച്ച് വികസനം ഒട്ടുമില്ല. പെട്രോളിന് 250-300 പോകും. 1.5 കിലോമീറ്റർ കൊണ്ട് നമുക്ക് കാഴ്ചകൾ കാണാം. അപ്പം ഇന്ന് നമുക്ക് ആ കാഴ്ചകൾ കാണാം. ചെത്തിലാത്ത് എത്രമാത്രം പിന്നിലാണ്. വികസനം വരട്ടെ, അവർ ജീവിക്കട്ടെ. ചില സ്ഥലങ്ങളിൽ വികസനം വരണമെന്നാണ് അവർ പറയുന്നത്. കാരണം അവരൊന്നും അറിയാതെ പൊല്യൂഷൻ വീഴാതെ മനുഷ്യരായിട്ട് ജീവിക്കുന്നെന്നും പറയുന്നു. എന്തായാലും ശരി, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഒറ്റ കൊടുക്കാൻ നമുക്ക് ഈ ദ്വീപിലൂടെ ഒന്ന് സഞ്ചരിക്കാമല്ലേ. എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ നീലക്കടലും ബാക്കിയുള്ളതും പറയുമ്പോഴത്തേക്ക് ഞാനെന്നും പറയും ഇവിടുത്തെ മനുഷ്യരെ കുറിച്ച്. ഈ മനുഷ്യരോടൊപ്പം 1-2 കൊല്ലം, 1.5 മാസം 2 മാസം ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ സന്തോഷം. എന്ത് ചോദിച്ചാലും തരും. ആഹാരം ചോദിച്ചോ തരും, കരിക്ക് ചോദിച്ചോ തരും, മീൻ ചോദിച്ചോ തരും. അവരുടെ കയ്യിൽ എന്തുണ്ടോ ആ തരുന്നൊരു സുന്ദര സ്ഥലം തന്നെയാണ് ലക്ഷദ്വീപിലെ ചിത്ലാത്ത് വിശേഷങ്ങൾ. ഭായി നമസ്കാരം. കരിക്ക് ചോദിച്ചു, കരിക്ക് വേണ്ടിയിട്ട് താങ്ക്സ് കേട്ടോ. അതുപോട്ടെ, ഇവിടെ ഒരു തെങ്ങ് കയറുന്നതിന് എത്ര രൂപയാണ്? 45 റുപ്പീസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു എത്ര തേങ്ങ കിട്ടും ഫ്രീ ആയിട്ട്? തേങ്ങ എത്ര എണ്ണം കിട്ടും ഫ്രീ ആയിട്ട്? 4 തേങ്ങയും കിട്ടും. അപ്പൊ അടിപൊളി. ഇവിടെ നിന്നാ മതിയായിരുന്നു. വെറുതെ പറിക്കാൻ പഠിച്ച. ചെത്തലാത്ത് ദ്വീപിലാണ് നിൽക്കുന്നത്. ചെത്തലാത്ത് ദ്വീപ് കാണാം. നമ്മുടെ ഇവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അവർ തേങ്ങ എടുക്കുകയാണ്. തേങ്ങ എടുത്തിട്ട് ഞങ്ങൾ ചോദിച്ചു കരിക്ക് തരാമെന്ന് ചോദിച്ചു. കരിക്ക് തരാമെന്ന് വെച്ചുകൊണ്ട് ഉടനെ തരാമെന്ന് പറഞ്ഞു. കത്തിയും കൊണ്ട് അനിയൻ വരെയാണ്. നോക്കിയേ, ഇവിടെ ഇതാണ് ദ്വീപിലൊക്കെ വന്ന ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു തേങ്ങ ചോദിച്ചാൽ തരില്ല. അപ്പം നമുക്കിതാ വെട്ടുജാതി കൊണ്ട് തരികയാണ്. കരിക്ക് കെട്ടിയാനുള്ളൊരു പരിപാടിയിലാണ്. കണ്ട സ്നേഹത്തോടെ കണ്ട കത്തി വരെ തന്നു പോരെ. ഇതിൽ പരമ്പര വേറെല്ലാം വേണം. കണ്ട കത്തി എത്തിച്ച് ഇനി നമുക്കൊന്ന് കരിക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്ത് വരാത്തൊരു ദ്വീപാണ്. നമ്മുടെ ചെയ്ത സഹോദരിമാരൊക്കെ രാവിലെ വന്ന് ഇവിടെ കടപ്പുറത്ത് ചിട്ടി പറക്കാതെ ഓടിക്കളയും. എന്നെ കണ്ടപ്പോൾ ഓടിക്കളയുന്നു. സൗന്ദര്യം കൂടിയത് കൊണ്ടാണ് അവർ ഓടിക്കളയുന്നത്. സുന്ദരികളായത് കൊണ്ട് ചെത്തലാത്തിലെ എല്ലാവരും ഓടിക്കളയാണ് ക്യാമറ കണ്ടപ്പോഴത്തേക്ക്. അതുകൊണ്ട് രാവിലെ അവർ ഇങ്ങനെ പറക്കിക്കൊണ്ടിരിക്കുന്ന സിംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു താത്ത അതോ ഓടിക്കളഞ്ഞു. വേറൊരു താത്ത മുഖത്ത് തട്ടയിട്ടു. വേണ്ട, ഫോട്ടോ അല്ല വീഡിയോ. കര വെറുതെ എടുക്കുന്നത്. യൂട്യൂബിലിടാൻ വൈറലാവും അല്ലേ. കണ്ട അങ്ങ് ദൂരെ കാണുന്നു ഷിപ്പ് തൊണ്ടതുകൊണ്ട്. ഷിപ്പ് വന്ന് കിടക്കുകയാണ്. ഷിപ്പ് കിടപ്പുണ്ട് കണ്ടോ. ഇന്നലെ രാത്രി വന്ന ഷിപ്പാണ്. പക്ഷേ താമസിച്ചത് കൊണ്ട് ആ ഷിപ്പ് തിരികെ പോയില്ല. പകരം ഇവിടെ ഇതൊക്കെയാണ്. കണ്ടോ, ഏതായാലും ആ താത്തയെ കിട്ടി, മുഖം കിട്ടി. കണ്ടാ എന്നെ കണ്ടപ്പോൾ ഉറക്കി കളിക്കുകയാണ്. അങ്ങോട്ട് പോയി മുഖം കാണിക്കാതിരിക്കാൻ വേണ്ടി. പറഞ്ഞിട്ട് താത്ത പേര് പറഞ്ഞല്ലോ. താത്ത പേരെന്താ? പേരക്ക. ഓ, ചെറിയ പേര, ചുവന്ന പേരക്ക, വെള്ളപ്പേരക്ക. താത്ത ഓടുകയാണ് എന്റെ ക്യാമറ കണ്ടതിന് ശേഷം. അവിടെ ഒരു ദ്വീപ് അങ്ങ് ദൂരെ കാണുന്നുണ്ട്. ആ ദ്വീപ് ഗാന്ധി ദ്വീപ് എന്നാണ് പറയുന്നത്. ഞാൻ അതിലൂടെ കറങ്ങി അങ്ങ് പോവും. കൂടി ഇവിടെയുള്ളൊരു ബീച്ച് എന്നാണ് പറയുന്നത്. വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഇവിടെ വന്നിരിക്കും. മിക്കവണ്ണം ഒരു ദ്വീപിൽ ആകെ കൂടി അവർ എൻ്റർടൈൻമെൻറ്റ് ഇവിടെയാണ് വരുന്നതാണ് പറയുന്നത്. കളിയുണ്ട്. കണ്ടോ, ദ്വീപ് ഒറ്റ ഫ്രെയിമിൽ കാണാമെന്നുള്ളതാണ്. 1.5 കിലോമീറ്റർ കൊണ്ട് ഞാൻ ഈ ദ്വീപ് മൊത്തവും കണ്ടു കേട്ടോ. മച്ചാമാരെ, ബാക്കിൽ കാണുന്നതെല്ലാം സുന്ദരമല്ലേ, വൈറ്റ്. ഞാൻ ചെത്തിലാത്തിലാണ്. ചെത്തിലാത്ത് ദ്വീപിൽ വന്നപ്പം എനിക്ക് തോന്നുന്നത് വികസനം ഒട്ടും എത്താത്ത ഒരു സുന്ദര സ്ഥലം. ഭയങ്കര ഭയങ്കര ഈ പോയ ദ്വീപുകളനുസരിച്ച് വികസനം ഒട്ടുമില്ല. പെട്രോളിന് 250-300 പോകും. 1.5 കിലോമീറ്റർ കൊണ്ട് നമുക്ക് കാഴ്ചകൾ കാണാം. അപ്പം ഇന്ന് നമുക്ക് ആ കാഴ്ചകൾ കാണാം. ചെത്തിലാത്ത് എത്രമാത്രം പിന്നിലാണ്. വികസനം വരട്ടെ, അവർ ജീവിക്കട്ടെ.
ചില സ്ഥലങ്ങളിൽ വികസനം വരണ്ടെന്നാണ് അവർ പറയുന്നത്. കാരണം അവരൊന്നും അറിയാതെ പൊല്യൂഷൻ വീഴാതെ മനുഷ്യരായിട്ട് ജീവിക്കുന്നെന്നും പറയുന്നു. എന്തായാലും ശരി, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഒറ്റ കൊടുക്കാൻ നമുക്ക് ഈ ദ്വീപിലൂടെ ഒന്ന് സഞ്ചരിക്കാമല്ലേ? എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ നീലക്കടലും ബാക്കിയുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനെന്നും പറയും ഇവിടുത്തെ മനുഷ്യരെക്കുറിച്ച്. ഈ മനുഷ്യരോടൊപ്പം ഒന്നും രണ്ടു കൊല്ലം 1.5 മാസം 2 മാസം ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ സന്തോഷം. എന്ത് ചോദിച്ചാലും തരും. ആഹാരം ചോദിച്ചോ തരും, കരിക്ക് ചോദിച്ചോ തരും, മീൻ ചോദിച്ചോ തരും. അവരുടെ കയ്യിൽ എന്തുണ്ടോ ആ തരുന്നൊരു സുന്ദര സ്ഥലം തന്നെയാണ് ലക്ഷദ്വീപിലെ ചിത്ലാത്ത് വിശേഷങ്ങൾ. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സത്യം പറഞ്ഞാൽ കോഴികളാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് കോഴികളെ കുറിച്ചാണെന്നാണ് അറിയണത്. അങ്ങോട്ടും ഇങ്ങോട്ടും കോഴികൾ. അപ്പോൾ ഈ കോഴികൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നറിയുമോ? ചിറയിൽ ഒരു അടയാളം കാണിക്കും. നമുക്ക് ആ അടയാളമുള്ളൊരു കോഴി കാണിച്ചിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കോഴി ഇന്ന ആളുടേതാണെന്ന്. കണ്ടോ, അത് ഈ കാണുന്ന തുണിയുടെ കളർ കണ്ടോ? എല്ലാ കോഴിയുടെയും ചിറകിൽ ഇതേപോലുള്ള തൂവല് കാണും. അപ്പോൾ ഇത് കണ്ടാൽ ഓർത്തോളണം ഇത് ഇന്നയാളുടെ സാധനമാണെന്ന് കണ്ടുപിടിക്കാനാണ്. കോഴിയോടെ പോയി കണ്ടോ, അവിടെ പോയി കോഴി അടയാളം. ഇതാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ആടുകളെല്ലാം കുഞ്ഞാടുകളാണ്. കണ്ടിട്ട് നോക്കി, ദ്വീപുകളിൽ ആടുകളുണ്ട്, എല്ലാം പൊക്കം കുറഞ്ഞ്. ഇവിടുത്തെ മനുഷ്യരെ പോലെ തന്നെയാണ്, ചെറിയ ഇത് ആടുകളാണ്. നോക്കി, കുട്ടികളാണ് ആ കാണുന്നത്. നമ്മുടെ ദ്വീപിലെ വികസനം വന്നിട്ടൊന്നുമില്ല, എല്ലാം ചെറിയ വീടുകളാണ്. ചെറിയ വീട്ടിൽ കെട്ടാൻ കാരണമുണ്ട് കേട്ടോ. ഇവിടെ കട്ടകൾക്കും സാധനങ്ങൾക്കൊക്കെ വില കൂടുതലായതുകൊണ്ട് അവരെപ്പോഴും ചെറിയ രീതിയിലെ വീടുകൾ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ ചില ദ്വീപുകളിൽ പൈസ ഉള്ളവർ വലിയ വീടുകൾ വയ്ക്കുന്നുണ്ട്. ഏറ്റവും നല്ലൊരു സ്റ്റേഡിയം ഉള്ളത് തന്നെയാണ് ചെത്ലാത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കണ്ടിരിക്കുന്നത്. ചെത്ലാത്തിലെ പോലീസ് സ്റ്റേഷനാണ് നമ്മളെ കാണുന്നത്. പോലീസ് സ്റ്റേഷൻ നമ്മള് ഗാന്ധി ദ്വീപ്. ചെത്ലാത്തിലെ ഏറ്റവും എനിക്ക് തോന്നിയൊരു സുന്ദരമായ ഒരു സ്ഥലം തോന്നിയത് ഈ ദ്വീപാണ്. അപ്പോൾ ഈ ദ്വീപിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഉണ്ടാവും എനിക്ക് നമ്മൾ ആ ഫ്രെയിമിൽ ആ ഗാന്ധി ദ്വീപിനെ കണ്ടു. DYFIയുടെ ഒരു ഇത് ഇവിടെ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. ഈ ചെത്ലാത്ത് ദ്വീപിൽ DYFI എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഇത് കണ്ടു. പഴയ വള്ളമാണ് കേട്ടോ. നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ വീടുകളിൽ ആൾക്കാരൊന്നും കാണാൻ സാധിക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഒരു സൈലന്റ് ഏരിയ എന്ന് തന്നെ വേണം പറയാം. ഒരാൾക്ക് നടന്നു പോകുന്നു, ആരും ഇങ്ങനെ അവർ കൈകാര്യം ചെയ്യും കേട്ടോ. ഭയങ്കര സേവനമാണ്. നല്ല മനുഷ്യരുടെ ഒരു വലിയ വീട് ഇതാണ് കേട്ടോ. അത് NOT വെള്ളത്തിൻ്റെ ഇവിടെ നിന്നാണ്. NOTക്കാരാണ് ഈ ദ്വീപിലോട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നത്. എല്ലാ ദ്വീപുകളിലും അവർ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്. NOT കേട്ടോ. ഈ ദ്വീപിൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. വീടുകൾ കുറവ്, ആൾക്കാർ കുറവ്, ഒന്നുമില്ല. ചെത്ലാത്ത് ദ്വീപിൽ സത്യം പറയണമെങ്കിൽ ഒന്നുമില്ല. 1.5 കിലോമീറ്റർ കേട്ടോ. ഈ ദ്വീപിൻ്റെ വെയിറ്റുകൾ അത്യാവശ്യം ജനങ്ങൾക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ ഇവിടെ വന്നിറങ്ങാനുള്ള ഹെലിപ്പാഡാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ദ്വീപിലെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതേപോലുള്ള വണ്ടികളാണ്. കാരണം ഈ നാട്ടിൽ വരുന്ന സാധനങ്ങൾ കപ്പലിൽ വരുമ്പോൾ ഇറക്കി കൊണ്ടുപോകാനും പറ്റുള്ള ഏക പോംവഴി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ.
എന്ത് കളിക്കുന്നു നിങ്ങളെ? എന്ത്? ആ കച്ചി വെച്ചൊരു കളിയാണ്ടോ നോക്കി. പാറ കളിക്കുന്നത്, ഞങ്ങളുടെ പണ്ട് പാറ കളിക്കുന്നത്. എന്താ പാറ കളിക്കുന്നതാണ് എടുക്കുന്നുണ്ട് നോക്കി. കച്ചി വെച്ചിട്ടൊരു കളി. അവിടെ നിന്ന് കുട്ടികളെല്ലാം, ദ്വീപിലെ കുട്ടികളെല്ലാം കളിക്കാൻ വരുന്നത് ഒറ്റൊരു ദ്വീപ് ഇതാണ്. ആ ഇവിടെ ചോറും കറിയും ഉണ്ടാക്കുകയാണ്. ഞാൻ ചോറ് കഴിക്കുക. എന്ത് ബിരിയാണി ഉണ്ടോ? ബിരിയാണി എന്താണുള്ളത്? ആ ഇവിടെ ഒരു പാർട്ടിക്കാർ ചോറുണ്ടാക്കുകയാണ്. ഇവിടെ കല്യാണമാണോ? കല്യാണമാണോ എന്താണ്? ഓ ബിരിയാണിയോ? ചുവന്ന ബിരിയാണി ഉണ്ടാക്കുകയാണ്. ഓ ബിരിയാണി നമുക്ക് ഇന്ന് ഇരിക്കട്ടെ. ചോറ് തരുമോ? ചോറ് തരുമോ? ബിരിയാണി തരുമോ? അവിടെ ബിരിയാണി ഉണ്ടാക്കണം. അതെന്ത് സമൂസയാ? കട്ട്ലറ്റ്. കട്ട്ലറ്റ്. ഓ കട്ട്ലറ്റ്. ചിക്കനോ മീനോ എന്താണ്? മീനാ? നിങ്ങളെ ദ്വീപില് മീനുള്ളതുകൊണ്ട് മീൻ അല്ലേ? ഞാന് ആന്ധ്രോത്തില്. പേര് മുഹമ്മദ്. മുഹമ്മദ്. ആ ഓരോ ദ്വീപിൽ ചെന്നാലും ഓരോ വെറൈറ്റിയാണ് കേട്ടോ. ഇവിടെ കണ്ടോ ഓടി വെക്കണമെന്ന് പറഞ്ഞൊക്കെ ഒരു കാർട്ടൂണിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. മുട്ടയും പത്തിരിയും ഒക്കെയാണ്. എല്ലായിടത്തും നോ സ്മോക്കിങ് എഴുതിയിട്ടുണ്ട്. സ്മരിപ്പ് പാനാണ് ഇവിടുത്തെ കൂടുതലും ആൾക്കാർ ചെയ്യുന്നത്. ഇത് നമ്മൾ വന്നിറങ്ങിയ സ്ഥലമാണ്. ഒരു വെസൽ, അതായത് വെസലല്ലല്ലോ, നമ്മുടെ ഉരു വന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. പിന്നെ നല്ല ഗൂൺ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ദ്വീപ് തന്നെയാണ്. അതിസുന്ദരമായ ഈ ഒരു ദ്വീപ് ചെത്തിലാത്തിൽ വന്ന ഒരു ഉരുവാണ്. ഇന്നലെ ഇല്ലായിരുന്നു, ഇന്നലെ രാത്രി വന്നത് വേണ്ട. എന്ത് വലിപ്പം നോക്കിയുള്ളൂ. ഇവിടത്തേക്ക് അത്യാവശ്യമുള്ള ഷിപ്പിൽ കയറാത്ത സാധനങ്ങളെല്ലാം വരുന്നത് ഈ ഉരുവിലാണ് ഉണ്ടാവും. ഉരുവിൻ്റെ അടിഭാഗം കാണാം. ഈ മീനെ നോക്കി സീ കുക്കുംബറും എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നോക്കി നമ്മുടെ ഷിപ്പിങ്ങിൻ്റെ ഇടപെട്ടുണ്ട്. അപ്പൊ ഇതാണ് ചെത്തിലാത്ത്. മുളക് കറിയും ചൂര ഫ്രൈയും പൊറോട്ടയും. ഇതാ നോക്കി, ഇത് എനിക്ക് കൊണ്ട് എത്തിച്ചതാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കി. വെറും മുളക് ആണ് ഈ നാട്ടുകാരുടെ സ്പെഷ്യലാണ് ഈ കാണുന്നത്. പിന്നെ എണ്ണക്കടികൾ കേട്ടോ, വെറൈറ്റീസ്. വേറൊരു ദ്വീപിലെ പാചക ക്ലാസ് എടുക്കേണ്ട പരിചയത്തിൽ ഇവിടെയുള്ള സ്ത്രീകളും ഒത്തുകൂടി അവർക്കും പാചക ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് രസകരമായ ഒരു ക്ലാസ് എടുത്തു. ഈ കാണുന്ന കുട്ടിയാണ് എന്നെ പരിചയമുള്ളത്. ആ ഒരു പരിചയം പുതുക്കിക്കൊണ്ട് ഞങ്ങൾ ഒരു ക്ലാസ് അവിടെയുള്ള സ്ത്രീജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുകയുണ്ടായി. നിങ്ങളാ കാണുന്നത് ആ കാഴ്ചയാണ്. പ്രിയമുള്ളവരെ, യാത്ര പറയുകയാണ് ചെത്തിലാത്തിൽ നിന്ന്. ചെത്തിലാത്തിലെ നല്ല മനുഷ്യരുടെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇനി വെസൽ വരാൻ കാത്തു നിൽക്കുകയാണ്. വെസൽ എടുക്കാൻ വേണ്ടിയായിട്ട് വള്ളങ്ങൾ ഇവിടെയുള്ള ഫിഷർമാർ കാത്തിരിക്കുന്ന കാഴ്ചകൾ കണ്ട് നമുക്ക് തിരികെ പോകാം. അങ്ങനെ വെസൽ അങ്ങ് ദൂരെ നിന്ന് വരും. അപ്പോൾ നമ്മുടെ വെസലിനകത്ത് നമ്മുടെ ഒരു പയ്യനുണ്ട് കേട്ടോ, കാണാൻ പറ്റും. പോലീസ് ഉണ്ടാവും. ടിക്കറ്റ് നമ്മുടെ പെർമിറ്റ് ഉണ്ട്. പെർമിറ്റ് ഇവിടെ നിന്ന് സീൽ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ അജിതന്നെ അത് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മളത് കറക്റ്റാണെന്ന് അറിയും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. സ്നേഹം കണ്ടു. ഞങ്ങളുടെ ബാഗ് ഈ മനുഷ്യനെടുത്തുകൊണ്ട് നടക്കുന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിലെവിടെയെങ്കിലും ഇങ്ങനെ നടക്കും. ഇത് ഇവിടുത്തെ ഏറ്റവും നല്ല ഫേമസ് ആയൊരു ഫിഷർമാനാണ്. അദ്ദേഹം നമ്മളോട് കൂടെ വരുന്നുണ്ടോ. മനുഷ്യരുണ്ടല്ലോ, ആൾക്കാരുണ്ട്. കട അങ്ങനെ ചെത്തിലാത്തിനോട് ഇവിടെ പറയുന്നു. ഞങ്ങൾ ചെത്തിലാത്തിനോട് അങ്ങനെ പറഞ്ഞ നമ്മളൊരു യാത്രയാണ്. ഇപ്പോഴേ മൂക്ക് പൊത്തി പിടിച്ച്
ഉമ്മ പെട്ടുപോയല്ലേ? വേണ്ട, അതിന് അടിയൊന്നും എനിക്ക് പവറുള്ളതാ. ഈ കവരത്തിൽ പോയാലേ കിട്ടത്തുള്ളൂ. കവരത്തിൽ അവിടെ ഒരു കടയുണ്ട്. കവരത്തിയ നമ്മുടെ ബസ്സിൽ വരുന്നു. നമ്മുടെ ബസ്സിൽ പറന്നു വരുന്നു. ചീറിപ്പാഞ്ഞു വരുന്നു ബസ്സിൽ. അങ്ങനെ വരികയാണ്. ഇത് അമനജീവിതം വരുന്നത്.